ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വഴുതനങ്ങയും പൊട്ടറ്റോയും കൊണ്ടൊരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മെഴുക്കുവരട്ടിയാണ്. അതിനായി 5 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്ത് സ്ക്വയറായിട്ട് എടുക്കണം. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, അത് തൊലിയെല്ലാം ചെത്തി വെച്ചിട്ടുണ്ട്. ഇത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു സവാള, അത് ചെറുതായി അരിഞ്ഞെടുക്കണം. 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ കടുക്, വെളിച്ചെണ്ണ, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. ഇത്രയുമാണ് ഈ മെഴുക്കുവരട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നും ആദ്യം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്, ഞാൻ പറയാൻ വിട്ടുപോയി. വഴുതനങ്ങ നമുക്ക് കട്ട് ചെയ്ത് ചെറിയ ക്യൂബ്സ് ആയിട്ട് എടുക്കാം. വലുപ്പത്തിൽ ക്യൂബ്സായി എടുക്കാം. എല്ലാ വഴുതനങ്ങയും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാം. വഴുതനങ്ങ അല്ലെങ്കിൽ കത്തിരിക്ക, ഇംഗ്ലീഷിൽ ബ്രിഞ്ചാൾ, ഇതും അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഒരുവിധം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഒന്ന് ചെറുതായി അരിയാം. കനം കുറച്ചരിയാം. സവാള എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 പച്ചമുളകും ചെറുതായിട്ടൊന്ന് പൊട്ടറ്റോയും കൂടെ ക്യൂബ്സായി അരിഞ്ഞെടുക്കാം. ഇതേപോലെ
വെച്ചിട്ടുണ്ട്. വഴുതനങ്ങ, പൊട്ടറ്റോ, സവാള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കഴിഞ്ഞു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതോടൊപ്പം തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് വഴറ്റാം. ചെറുതായി വാടിയിട്ടുള്ള ഈ സമയം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. ഈ എണ്ണയിലൊന്ന് മൂപ്പിക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും എരിവെള്ള മുളക് പൊടി കൂടി ചേർത്തൊന്ന് മൂപ്പിച്ച ശേഷം 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഈ ഓയിലൊന്ന് മൂക്കട്ടെ. വലിയൊരു പൊട്ടറ്റോയാണ്, അത് കൂടെ ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്യുന്നതിന് മുമ്പായി 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങെല്ലാം ഒരുവിധം ഒന്ന് വഴലട്ടെ. അതിനായി നമുക്ക് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി വേവിക്കാം. ഏകദേശം 3-4 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അടപ്പൊന്ന് തുറക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കത്തിരിക്ക ചേർക്കാം. അതായത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്ക് വീണ്ടും അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചൊന്ന് വഴറ്റാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ചെറുതായി ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആകണം. അതിനായി നമുക്ക് ലോ ഫ്ലെയിമിൽ 4-5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു ഫ്രൈ ആക്കാം. അടപ്പൊന്ന് തുറക്കാം. കത്തിരിക്ക ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി.
എല്ലാം വെന്തിട്ടുണ്ട്. ഇനി തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. തുറന്ന് വെച്ച് ഒരു മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് നോക്കിക്കാം. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. വഴുതനങ്ങയൊക്കെ വെന്തപ്പോൾ ചെറുതായിപ്പോയി. കത്തിരിക്ക ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി. എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. കത്തിരിക്ക ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി.